നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികളുടെ പ്രചരണ അജണ്ട നിശ്ചയിച്ചത് കേരളത്തിലെ മതഭീകരവാദികളുടെ കൺസോർഷ്യമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗമായ PK കൃഷ്ണദാസ് പറഞ്ഞു. ഇടത് വലത് മുന്നണികൾ കേരളത്തിൽ അതിതീവ്രമായ വർഗീയ ധ്രുവീകരണമാണ് നടത്തിയത്. ഈ രാഷ്ട്രീയ ഗൂഢാലോചന കേരളത്തിലെ വലിയ പ്രത്യാഘാതമുണ്ടാക്കും. മുസ്ലിം മതവികാരം ആളിക്കത്തിക്കാൻ ഇരു മുന്നണികളും മത്സരിച്ചു. SDPI UDFന് പരസ്യ പിന്തുണ നൽകിയപ്പോൾ PDP പോലുള്ള മതഭീകരവാദ സംഘടനകൾ LDFന് പിന്തുണ പ്രഖ്യാപിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, SDPI, സോളിഡാരിറ്റി, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകൾ LDFനെയും UDFനെയും പരസ്പരം വീതം വയ്ക്കുകയായിരുന്നു. ചില മാനദണ്ഡങ്ങളിൽ മതഭീകരതകൾ സംഘടനകൾ LDFനെ സഹായിച്ചപ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ അവർ UDFനെ സഹായിച്ചു. NDAക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പരസ്പര ധാരണയോടുകൂടിയാണ് ഇടതു വലതു മുന്നണികളും മുസ്ലിം മതഭീകരത സംഘടനകളും പ്രവർത്തിച്ചത്. മതഭീകരവാദം ആളിക്കത്തിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് മുന്നിട്ടിറങ്ങിയത്. പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ 14 ജില്ലകളിലും സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത് സംസാരിച്ച മുഖ്യമന്ത്രി മതന്യൂനപക്ഷങ്ങളിൽ അജാരകത്വം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. ഇതേ നിലപാട് തന്നെയാണ് കോൺഗ്രസും സ്വീകരിച്ചത്. അവർ ഭാരതത്തെ 1947 വരെ വിഭജന കാലത്തെ അരക്ഷിത അവസ്ഥയിലേക്ക് തള്ളിവിടാനാണ് ശ്രമിച്ചത്. എന്നാൽ NDA ഭാരതത്തിൽ 2047 കാലത്ത് നേടിയെടുക്കുന്ന വികസന അജണ്ട മുന്നിൽ വെച്ചാണ് ജനങ്ങളോട് സംസാരിച്ചത്. NDA വിജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ UDFും LDFും ഒത്തുകളിച്ചു. ഇതിന് ഇടനിലക്കാരായി നിന്നത് തീവ്രവാദ സംഘടനകളാണ്. ഏതു ജയരാജനും സുധാകരനും BJPയിലേക്ക് വരാം. BJPയുടെ നിയമ പരിപാടികൾ പരിപൂർണമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആർക്കും പാർട്ടിയിലേക്ക് കടന്നു വരാം. BJPയിലേക്ക് കടന്നു വരാനുള്ള ധൈര്യം എല്ലാ മാർക്സിസ്റ്റുകാരും കോൺഗ്രസുകാരും ഇനി കാണിക്കുകയാണ് ചെയ്യുക. കണ്ണൂരിൽ ജയരാജനും K സുധാകരനും പരസ്പരം മത്സരിച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്നത് രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രിയാക്കാനാണ്. ഇതൊക്കെ ദേശീയ ബോധമുള്ള ജനങ്ങൾ തിരിച്ചറിയുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ദേശീയ സമിതി അംഗം C രഘുനാഥ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജു എളങ്കുഴി, MR സുരേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു.